മുൻ ആരോഗ്യമന്ത്രി നമുക്കൊപ്പമുണ്ട്. ശ്രീമതി കെ ശൈലജ, ഇക്കാര്യത്തിൽ VK ശ്രീകണ്ഠൻ MP നടത്തിയ പരാമർശം, അല്പവസ്ത്രധാരിയായ പരാതിക്കാർ മന്ത്രിമാർക്കൊപ്പം പോലും ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. എവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി എന്ന ചോദ്യത്തിനാണ് ഈ തരത്തിൽ ഒരു MP, ശ്രദ്ധിക്കണം, ഒരു MP നൽകിയ മറുപടി. വളരെ വളരെ മോശമായി പോയി എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മൾ ആരെങ്കിലും കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കിയതല്ലല്ലോ ഈ പരാതിയൊന്നും. പരാതി പറഞ്ഞ പെൺകുട്ടികള് ആദ്യം പറഞ്ഞിട്ടുള്ള റിനി അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു, അദ്ദേഹം നിശ്ചയിച്ചിട്ടില്ല. അദ്ദേഹവും അടക്കം പറഞ്ഞിട്ടാണല്ലോ ഈ നടപടി എടുക്കുന്നു എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ കേട്ടത് അതിനേക്കാൾ കടുപ്പമുള്ളതാണ്. റിനി പറയുമ്പോൾ തന്നെ പറഞ്ഞത്, എന്നെ ശാരീരികമായ പീഡനത്തിന് വിധേയമാക്കിയിട്ടില്ല, പക്ഷെ ഇതുപോലെയുള്ള വളരെ ഫിൽത്തി ലാംഗ്വേജ് അത് പിന്നെ എനിക്ക് സന്ദേശമൊക്കെ അയച്ചിരുന്നു, ഹോട്ടലിൽ വരാൻ പറഞ്ഞ് സന്ദേശമൊക്കെ അയച്ചിരുന്നു എന്നാണ്. വളരെ മോശമാണ് ജനപ്രതിനിധിയിൽ നിന്നുണ്ടാവുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ കേട്ടത് നിർബന്ധ ഗർഭഛിദ്രത്തിന് ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ചു എന്നുള്ളതാണ്. അത് വോയിസ് ആയിട്ട് തന്നെ കേൾക്കുന്നു. ഇതൊന്നും ആരെങ്കിലും കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കിയതല്ല. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളിന്റെ പ്രവർത്തനം എങ്ങനെ താരതമ്യപ്പെടുത്തുന്നത്? ഈ പറഞ്ഞ പെൺകുട്ടികൾ ചില ഫംഗ്ഷനൊക്കെ, ഈ പെൺകുട്ടികളെല്ലാം അങ്ങനെ വളരെ മോശക്കാരാണെങ്കിൽ ഈ പരാതി പറയാൻ നിൽക്കില്ല, ഇതിനെല്ലാം വിധേയരായിട്ട് കഴിഞ്ഞുകൂടുകയേ ഉള്ളൂ. പക്ഷെ അവർക്കത് അസഹനീയമായി തോന്നിയത് കൊണ്ടാണ് അവർ ഓരോരുത്തരും ഈ പരാതി പറഞ്ഞത്. ആ പരാതിക്കാരായ പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒരു മന്ത്രിയുടെ കൂടെ നിൽക്കുന്നതോ അല്ലെങ്കിൽ അവർ സാധാരണ ധരിക്കുന്ന ഒരു വസ്ത്രം ധരിക്കുന്നതോ അതാണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടികളാണ് തെറ്റെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഇതെവിടെ എത്തും ഈ സമൂഹം? ഈ തോന്നിവാസങ്ങൾ മുഴുവൻ ചെയ്തു കഴിഞ്ഞിട്ട് അതിന് പരാതി പറഞ്ഞ പെൺകുട്ടി ചീത്തയാണ് എന്ന് വരുത്തി തീർക്കാൻ അതും ഒരു MP. അത് വളരെ അപഹാസ്യമായി പോയി എന്നാണ് പറയാനുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുക? ഞാൻ പറയുന്നത്, ശ്രീകണ്ഠൻ MPയുടെ വീട്ടിലും പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ടല്ലോ. അവരുടെ എല്ലാം സുരക്ഷിതത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു നടപടി സ്വീകരിക്കേണ്ടത്? അതിന് പരാതി പറഞ്ഞ കുട്ടികളെ തള്ളി പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ആക്കം കിട്ടില്ലേ? ഇതെല്ലാം സമൂഹത്തിൽ ആവർത്തിക്കില്ലേ? എങ്ങനെയാണ് നമ്മുടെ സമൂഹം രക്ഷപ്പെടുക? അതുകൊണ്ട് ഇത് വളരെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം എന്ത് ചിന്തിച്ചിട്ടാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പറഞ്ഞത് വളരെ അപഹാസ്യമായി പോയി. അതൊരു ശരിയായ കുറ്റകൃത്യമാണ് അങ്ങനെ പറയുന്നത്. ശ്രീമതി കെ ശൈലജ, ഇക്കാര്യത്തിൽ ഇന്നലെ വന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന ആക്ഷേപങ്ങളിൽ ഒരു പെൺകുട്ടി സംസാരിക്കുന്ന അവരുടെ ഓഡിയോ നമുക്ക് അവ്യക്തമെങ്കിലും അത് കേൾക്കാം. അതിൽ പറയുന്ന ഒരു കാര്യം, അവരുടെ നിസ്സഹായാവസ്ഥ അവരിങ്ങനെ പ്രകടിപ്പിക്കുക, സംസാരിക്കുന്നത് ഒരു യുവ നേതാവിനോടാണ്, ഒരു MLA-യോടാണ്. ഇത്തരത്തിൽ വളരെ ക്രൈം സ്വഭാവം പാലിച്ചുകൊണ്ടാണ് ഇയാൾ ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ സംരക്ഷണമുണ്ട്. കാരണം മുൻപും ആരോപണം ഉയർന്നവർ രാജിവെച്ചില്ലല്ലോ, അതുകൊണ്ട് രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന അവരുടെ വാദമുണ്ട്. ആ വാദം നിലനിൽക്കുമോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഒക്കെ കോടതിയാണ് പറയേണ്ടത്. ഈ കേട്ടെടുത്തോളം നമുക്ക് തോന്നുന്നത് ഒരു വ്യക്തമായിട്ടുള്ള തെളിവാണതെന്ന്. കാരണം ആ സംഭാഷണം അതിന്റെ എന്താണ് അതിന്റെ വസ്തുതാപരമായിട്ടുള്ള നിജസ്ഥിതി എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഈ കേട്ടതേ ഉള്ളൂ. പക്ഷെ ആ കേട്ടത് ശരിയാണെങ്കിൽ അത് എത്രമാത്രം സങ്കടകരമാണ്. ആ കുട്ടി പറയാണ്, ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നത്. അതും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് രാഹുലേട്ടൻ എന്നാണ് അവളുടെ ഫേസ്ബുക്കിൽ അഡ്രസ് ചെയ്യുന്നത്. എന്നിട്ട് വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ. അപ്പോ പ്രണയിക്കുക പരസ്പരം, അതെല്ലാം സാധാരണമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വഞ്ചിച്ച കുട്ടിയുടെ തലയിൽ മാത്രം എല്ലാം എന്റെ തലയിൽ ഇടുകയാണോ എന്ന് പെൺകുട്ടി ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞല്ല, നീ തന്നെ കണ്ടുപിടിച്ചോളൂ ഒരു മാർഗം, ഞാൻ കിറ്റ് ചെയ്യുകയാണെന്നാണ്. എന്ത് മോശമായിട്ടുള്ള ഒരു വർത്തമാനാണത്. അത് ശരിയാണെങ്കിൽ അതിന്റെ എന്താണത്, ഒറിജിനലാണോ എങ്ങനെയാണെന്നുള്ളതൊക്കെ പരിശോധിക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. അത് പരിശോധിച്ചിട്ട് അത് ശരിയാണെന്ന് തെളിഞ്ഞാൽ അതിനേക്കാൾ വലിയ കുറ്റകൃത്യം എന്താ ഉള്ളത്? വളരെ വളരെ വലിയൊരു കുറ്റകൃത്യമല്ലേ അത്. എന്നിട്ട് അതിന്റെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് പകരം അങ്ങനെ പറഞ്ഞിട്ടുള്ള പെൺകുട്ടികളെല്ലാം മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഇവിടെ അമ്മമാരും സഹോദരന്മാരും എല്ലാവരും കേൾക്കാണ്. ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം വീട്ടിലുണ്ട്. എല്ലാവർക്കും മക്കളും മരുമക്കളും ഭാര്യയും എല്ലാവരും ഉണ്ട്, അമ്മമാരും എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ ഈ സ്ത്രീ സമൂഹത്തോട് ഇങ്ങനെ ലാഘവത്തോടു കൂടിയാണ് ആളുകൾ പെരുമാറുന്നതെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്തായി തീരുമെന്നുള്ളതാണ്. ഞാൻ ആ പെൺകുട്ടികളെ അഭിനന്ദിക്കുകയാണ്. വളരെ ധീരമായിട്ട് അവരത് പലപ്പോഴും പറയാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിലിപ്പം ഹണിവസ്കറൊക്കെ പറഞ്ഞതുപോലെയാണ്, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സംഘമുണ്ട് വളരെ മോശമായിട്ട് കമന്റുകളൊക്കെ ചെയ്യുന്ന ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. പിന്നെ അത് ആരാന്നൊന്നും ഇല്ല, വളരെ വൃത്തികെട്ട ഭാഷയിൽ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്ന ഒരു സംഘമുണ്ട്. അങ്ങനെ സൈബർ ആക്രമണം നേരിടുകയാണ്. ആ സൈബർ ആക്രമണം ഭയന്നിട്ട് പലരും ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കുന്നു. ഇങ്ങനെ മൂടി വെച്ച സമൂഹത്തിൽ ജീവിച്ചാൽ
ഈ സമൂഹം ആകെ പുഴുക്കുത്തേറ്റതായിട്ട് മാറും. നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒന്നായിട്ട് ഈ സമൂഹം മാറും. ആരെങ്കിലും ധീരമായിട്ട് ഇടപെട്ട് എല്ലാവരും കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് ആ പരാതി പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ സമൂഹത്തിനൊരു നിലനിൽപ്പുള്ളൂ എന്ന് കാണാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. കെ കെ ശൈലജ, പക്ഷേ ഇത് പറയുമ്പോഴും നമുക്ക് ഇതുവരെ ഒരു കേസ് എടുക്കാനായിട്ടില്ല. ഒരു പക്ഷേ നിയമപരമായ ചില പരിമിതികളാണോ എന്നതിൽ വ്യക്തത കുറവുണ്ട്. പക്ഷേ ഇതുവരെ കേസ് എടുക്കാനായിട്ടില്ല. ഈ പരാതിക്കാരി മുന്നോട്ട് വരട്ടെ എന്നതാണ് യഥാർത്ഥത്തിൽ. പരാതി ഉന്നയിച്ചവർക്ക് അത് പരസ്യമായി ഒരു പൊതുസമൂഹത്തിൽ നിന്ന് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ ഒരു നിയമപരമായ പരിമിതിയാണോ? സർക്കാരിന് ഈ വിഷയത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകണം എന്ന ഒരു നിലപാടെടുക്കാൻ താങ്കൾക്കൊക്കെ കഴിയുന്നുണ്ടോ? പലപ്പോഴും ഉണ്ടാകുന്ന പരിമിതി അതാണ്. ഇത്തരത്തിൽ സഹിച്ചുകൂടാത്ത ഘട്ടത്തിൽ ചില പെൺകുട്ടികൾ പരാതി പറയും. അങ്ങനെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമായി, പ്രശ്നമായി, അപ്പോ അവർ തന്നെ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദമായി. അത് ശരിയായിട്ടൊരു പരാതി കിട്ടിയാൽ മാത്രമല്ലേ പോലീസ് കേസെടുക്കുന്നതിനോ മറ്റ് കോടതിയിലാണെങ്കിലും പരാതി പറയേണ്ട ആളുകളുടെ കൃത്യമായിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള പരാതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമേ അതിന് വിപുലമായ അന്വേഷണം നടത്താൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മളിപ്പോ പറയുന്നത് നമ്മുടെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ള വസ്തുതകളാണ്. അത് ഫേക്ക് അല്ലെങ്കിൽ, ഫേക്ക് ആണെങ്കിൽ ഫേക്ക് ആണെന്ന് തെളിയിക്കണം. അത് ഫേക്ക് അല്ലെങ്കിൽ അത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. പക്ഷേ ആ പരാതി പറയുന്നവർ അത് കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. സോമോട്ടോ തന്നെ കോടതിക്കൊക്കെ കേസെടുക്കാവുന്നതാണ് ഇത് കേട്ട സ്ഥിതിക്ക്. ആ കേസ് എടുത്തു കഴിഞ്ഞ് ആലോചന നടത്തുമ്പോഴാണല്ലോ ശരിയോ തെറ്റോ എന്ന് തെളിയിക്കുക. തെറ്റാണെങ്കിൽ തെറ്റെന്ന് തെളിയിക്കാൻ കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് കഴിയുമല്ലോ, അതവർ ശ്രമിക്കട്ടെ. ശരിയാണെങ്കിൽ കുറ്റാരോപിതർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം. നമുക്കിപ്പോ ആരെയെങ്കിലും ഒരു കുറ്റവാളിയാക്കി മാറ്റിയിട്ട് വെക്കണം രാഷ്ട്രീയത്തിന്റെ പേരിലൊന്നും അല്ല അത്. അങ്ങനൊന്നുമില്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വളരെ ക്ലിയർ ആണ് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് യാതൊരു തർക്കവും ഇല്ല. പക്ഷെ കേട്ടെടുത്തോളം അത് ക്ലിയർ അല്ല എന്നാണ് തോന്നുന്നത്. കുറെ ആളുകളുടെ പരാതി വന്ന സ്ഥിതിക്കും ഈ കേട്ടതിന്റെ ഒരു നിജസ്ഥിതി നമുക്ക് ബോധ്യപ്പെടുന്ന സ്ഥിതിക്കും അങ്ങനെ തോന്നുന്നു. പക്ഷെ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള പരാതി അപമാനിക്കപ്പെട്ടവര് കൊടുത്താൽ മാത്രമേ ഈ കേസ് ശക്തമായിട്ട് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടി കെ കെ ശൈലജ, ഒരു കാര്യം കൂടി. നമുക്കറിയാം ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഈ പരാതി, ഈ ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലായി വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് ആ ഘട്ടങ്ങളിലൊന്നും എന്തുകൊണ്ട് കോൺഗ്രസ് നടപടി എടുത്തില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഒപ്പം മാധ്യമപ്രവർത്തകരുടെ എല്ലാം മുന്നിൽ ഇതൊരു ആക്ഷേപമായി ഉണ്ടെങ്കിൽ കൂടിയും ആരും ഇതിന് തെളിവുകൾ പുറത്തുവിട്ടിരുന്നില്ല. ഒടുവിൽ കഴിഞ്ഞ ദിവസം തെളിവുകൾ പുറത്തു വരികയും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്ന് പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ തരത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തി എന്ന തോന്നലെങ്കിലും ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃതലത്തിലിരിക്കുന്നവർ, തങ്ങളുടെ ഒരു MLA, ഒരു നേതാവ് ഇങ്ങനെ ഒരു ഇടപെടൽ അയാൾക്കെതിരെ ഉയരുന്നുണ്ടെങ്കിൽ അത് നടപടിയെടുക്കാതെ പോയി? അതൊരു വലിയ തരത്തിലുള്ള വീഴ്ച രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായി, അങ്ങനെ കരുതുന്നുണ്ടോ? അവരുടെ സംഘടനക്കകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം അവരെന്തെങ്കിലും ആലോചിച്ചിരുന്നോ, നടപടിയെടുത്തിരുന്നോ സംഘടനക്കകത്ത് എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ കാര്യം. ഇതിപ്പോ വെളിയിൽ പറഞ്ഞ് കേട്ട സ്ഥിതിക്കാണെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണല്ലോ. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ആ റിനിയിൽ നിന്ന് പരാതി കിട്ടി, എന്റെ മകളെ പോലെ കരുതുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അതിന് നടപടി ഉണ്ടാവണം എന്ന് കരുതിയിട്ടാകും ചിലപ്പോ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അത് അവർ മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു വലിയ കുറ്റകൃത്യമായിട്ട് മാറും. പക്ഷെ ഇപ്പോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏതായാലും അത് ഒരു സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ആവുന്നില്ല. ബാക്കി കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ പരാതിക്കാർ പരാതി കൊടുക്കാൻ തയ്യാറാവുകയും അതൊരു കേസന്വേഷണമായിട്ട് വരികയും ചെയ്യുമ്പോഴാണ് ബാക്കി നടപടിക്രമങ്ങളൊക്കെ വരിക.